ഓൾസൺ സ്കോക്ക്, ബൈസൺ, കാളമാടൻ. ഡയറക്ടർ മാരി സെൽവരാജ് പടങ്ങൾ അറിയാലോ. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് പറയുന്ന സിനിമകൾ പരീരം പെരുമാൾ, കർണൻ, മാമണ്ണൻ. ഇതിൽ പക്ഷേ ഒരു സ്പോർട്സ് ഡ്രാമ പരിപാടി കൂടെ ഉണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ത്രെഡ് എന്ന് പറയുന്നത്. കബഡിയാണ്. പിന്നെ കമ്മിങ് ഓഫ് ഏജ്, ധ്രുവിൻ്റെ ക്യാരക്ടറിൻ്റെ ചെറുപ്പം മുതൽ അദ്ദേഹം ഒരു അഡൽട്ട് ആവുന്നവരെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിന് കുറേ ലേയേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഒരു സ്പോർട്സ് ഡ്രാമ അല്ല. അതിനോടൊപ്പം തന്നെ ആസ് യൂഷ്വൽ മാരി സെൽവരാജ് പറയുന്ന പൊളിറ്റിക്സ് ഉണ്ട്. നിവാസ് കെ പ്രസന്നയാണ് മ്യൂസിക്കിന് ഒറിജിനൽ സ്കോർ. കിട്ടുന്ന സ്കോറിംഗ് ആണ്. ഇതിൽ ഒരുപാട് ഞാൻ പറഞ്ഞ ലേയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ സ്പോർട്സ് ഡ്രാമയൊക്കെ ആകുമ്പോഴും അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് സ്കോറിന്. എന്നാലേ നമുക്ക് ആ സാധനം ഒരു ഇമോഷൻ കിട്ടുള്ളൂ, പ്രേക്ഷകരിലേക്ക് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുണ്ട്. പിന്നെ ഈ പക്ക റോ ആയിട്ടുള്ള നാട്ടും പുറത്തുള്ള അവിടെ നടക്കുന്ന ആക്ഷൻസ്, അതിൻ്റെ ഇമോഷൻസ് പരിപാടികൾ. പിന്നെ വേടൻ പാടിയ റാപ്പ് ഉണ്ട്, അത് ഓൾറെഡി നിങ്ങൾ കേട്ടതായിരിക്കും. DOP 7 അരിസു, എഡിറ്റർ ശക്തി തരൂ. ടെക്നിക്കലി പടം പറയുകയാണെങ്കിൽ ടോപ്പ് നോച്ചാണ്. പക്ഷെ അത് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന രീതിയിലല്ല ഇതിൻ്റെ ഗ്രേഡിങ് എന്ന് പറയുന്നത്. കാരണം ഇത് കഥ നടക്കുന്നത് 1990s അവിടെ നിന്ന് പുറകിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അത്തരത്തിലുള്ള കളറിങ്ങും പരിപാടിയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പല കട്ട്സും എസ്പെഷ്യലി വയലൻസ് സീൻസിലും അതുപോലെ തന്നെ നൈറ്റ് സീൻസ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെ കിഡുവരെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സൗണ്ടിങ് ഓൾസോ. സ്പോർട്സ് ഡ്രാമ പറയുമ്പോഴേ കബഡിയാണ്. കബഡി റിലേറ്റഡ് ആയിട്ട് കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. ഈ അടുത്തിറങ്ങിയിട്ടുള്ള ഷെയ്ൻ്റെ പടവും കബഡിയാണ്, ബൾട്ടി. ബട്ട് സ്റ്റിൽ ഈ സ്പോർട്സ് ഡ്രാമ എന്ന് പറയുമ്പോൾ ആരും ഗ്രാഫിൽ പോയിട്ട് അതെങ്ങനെ അവസാനിക്കും നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പക്കാ കുഗ്രാമം. അത്രയും തമിഴ്നാട്ടിലുള്ള അത്രയും ഒരു ഗ്രാമം. ആ ഗ്രാമത്തിനകത്ത് നിന്ന് വരുന്നൊരു പയ്യനാണ്, അത്രയും ഒരു പട്ടിണി പാവം പയ്യൻ. അപ്പോൾ ആ ഒരു കഥാപാത്രം വളർന്നു വരുന്നത് അത് ടു ആൻഡ് ഫ്രോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ് പ്രസൻറ്റിലാണ്, അതായത് ജപ്പാനിൽ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യയുടെ കബഡി മത്സരം നടക്കുകയാണ്. അവിടെയാണ് സിനിമ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് പുറകിലോട്ട് പോവുക, വീണ്ടും വരിക, പുറകിലോട്ട് പോവുക, വീണ്ടും വരിക. ഇതാണ് സെറ്റപ്പ്. പക്ഷെ അതിനകത്തൂടെ ഈ മാരി സെൽവരാജിൻ്റെ സ്ഥിരമായിട്ടുള്ള പരിപാടികളുണ്ടല്ലോ. അതായത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ക്ലാസ് ഡിസ്പാരിറ്റി, അതായത് കാസ്റ്റിസം, പിന്നെ ക്ലാസ്സുകൾ തമ്മിലുള്ള പ്രശ്നം, പിന്നെ ഭീകര വയലൻസ്, ഗ്രാമത്തിൽ 2 ചീരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്നത്, മീശ വെച്ചതിന് പ്രശ്നം, പല സിനിമകളിൽ ചെരുപ്പിട്ടതിന് പ്രശ്നം കാണുന്നില്ലേ. അങ്ങനെ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ അമീറാണ്, ഡയറക്ടർ അമീർ. പിന്നെ നമ്മുടെ താടിലാലിന് താടിയില്ല, മീശ മാത്രമല്ല. ഞാൻ പറഞ്ഞ മീശ ഇതിലൊരു പൊളിറ്റിക്സാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദമല്ല, ജുളിറിമ്മയല്ല, ഇതിനകത്ത് വേറെ ആരോ ശബ്ദം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായിട്ട് കേൾക്കാം, തമിഴിൽ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. അങ്ങനെ ഈ 2 ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ. പിന്നെ ഇത് ജനറേഷൻസായിട്ട് വരുന്ന പരിപാടികളാണ്. രജിഷ വിജയൻ ധ്രുവിൻ്റെ ചേച്ചിയായിട്ട്, ചേച്ചി എന്ന് എത്രയും പറഞ്ഞ ചൈനീസ് വാക്കെന്നാണ്, ചേച്ചിയായിട്ട് പിന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസാണ്. ഭയങ്കര ഇമോഷണലായിട്ട് കൺട്രോളായിട്ട് അഭിനയിക്കേണ്ടതാണ്. ഓവറാക്കി ചളാക്കിയിട്ടില്ല. പിന്നെ അനുപമ പരമേശ്വരൻ, പുള്ളിക്കാരിയുടെയായിട്ട് കുറേ സിനിമകളുണ്ട്. ഇതിലെ ക്യാരക്ടേഴ്സ് മൊത്തം റോ ആണ്. പുള്ളിക്കാരി ധ്രുവനെക്കാട്ടും ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതാണ് സിനിമയുടെ സ്റ്റോറിയിൽ വരുന്നത്. ക്യാരക്ടറാണ് അതിൻ്റെ റൊമാൻസും പരിപാടി. പക്ഷേ വെറുതെ റൊമാൻസ്, കെട്ടിപ്പിടുത്തം, അതിനുവേണ്ടി സെപ്പറേറ്റ് സോങ് ഒന്നുമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു പോകാം. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല എപ്പിസോഡ്സും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരാളെ കൊല്ലാൻ നോക്കി, അയാൾ വീണ്ടും ജീവിക്കുന്നു, വീണ്ടും സെയിം സീന്. പിന്നെ വീണ്ടും അച്ഛനും മോനും പോകുമ്പോൾ പിടിക്കാൻ നോക്കുന്നു, രക്ഷപ്പെടുന്നു, വീണ്ടും പിടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പല എപ്പിസോഡ്സ് റിപ്പീറ്റേഷൻ. അതുകൊണ്ട് ഭയങ്കര 3 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട്. അതുകൊണ്ട് അത്ര സീൻസ് കുറച്ചുകൂടെ ട്രിം ചെയ്ത് കുറച്ചും കൂടെ ക്രിസ്പാക്കിയിരുന്നെങ്കിൽ പടം കുറച്ചും കൂടെ നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ധ്രുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിക്രം ജെനറ്റിക്സ് മഹാൻ കണ്ട് ഞെട്ടിയതാണല്ലോ. അപ്പാര പെർഫോമർ. അതായത് ക്യാമറ വെച്ച് നമുക്ക് പോവാം, പെർഫോം ചെയ്തോളും. എഞ്ചാതി റോ ക്യാരക്ടർ, അഭിനയം. ഫൈറ്റായി കഴിഞ്ഞാലും കബഡി കളിക്കുന്നതായി കഴിഞ്ഞാലും എനർജി, പുള്ളിയുടെ ഫിസിക്ക്, അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. വേറെ ഒരു ഗിമ്മിക്സിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇമോഷൻസൊക്കെ ഭയങ്കരമാണ്. അതായത് ഗംഭീര ആക്ടർ. അതായത് വിക്രത്തിൻ്റെ മുറിച്ചമുറി അതാണ് വിക്രം. ധ്രുവിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പശുപതിയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ റേഞ്ച് അറിയാലോ. ആ ലെവൽ ക്യാരക്ടറാണ്. ആ ലെവലിൽ തന്നെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അന്യ പെർഫോമൻസ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട 2 സീൻസ് എന്ന് പറയും. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ ധ്രുവിൻ്റെ അഡോൾസൻ പീരീഡിൽ അദ്ദേഹത്തിനെ ഫസ്റ്റ് കാണിക്കുന്ന സമയത്ത്, കുട്ടിയെ വലുതതിന് ശേഷം കാണിക്കുന്ന സമയത്ത് പുള്ളി അസംബ്ലി നടക്കുമ്പോഴൊരു 10ഓളം ടിഫിൻ ബോക്സ് തുറന്നിട്ട് ഒന്നിച്ചിങ്ങനെ കഴിക്കുന്നൊരു സീനുണ്ട്. അതിൽ തന്നെ ക്യാരക്ടർ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട്, പുള്ളിയുടെ അവസ്ഥ,
പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ഒരു ഈഗർനെസ്, അത് കഴിഞ്ഞിട്ട് ഓടണ ഒരു സീനൊക്കെ ഉണ്ട് ഗ്രൗണ്ടിൽ. അതിൻ്റെ ഈ പാമ്പൊക്കെ ഇങ്ങനെ വന്നിട്ട് കുട്ടിക്കാലം കാണിക്കുന്നത്, അതായത് കുറേ ലേസ് ഇങ്ങനെ കുട്ടിക്കാലം കാണിക്കുമ്പോൾ ഭയങ്കര ഇൻറ്റൻസിറ്റിയാണ്, ഭയങ്കര ഇൻറ്റൻസിറ്റി കുട്ടിക്കാലം കാണിക്കുമ്പോൾ. ആ കൾച്ചറലി റൂട്ടഡ് ആയിട്ടുള്ള ഇവർ പറഞ്ഞ ഈ അടയാള സാധനമല്ലേ, ഐഡൻറ്റിറ്റി, കൃത്യമായിട്ട് മാരി സെൽവരാജ് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കുള്ള കട്ട്സൊക്കെ ഭയങ്കര, അതാ ഞാൻ പറഞ്ഞത്, ഇത് കുറച്ചൊരു ഈ ഗ്രേഡിങ് ഇങ്ങനെ ആയതുകൊണ്ട് കുറച്ചൊരു മങ്ങിയ ഒരു കാലഘട്ടം നമുക്ക് തോന്നുമെങ്കിലും അതിനകത്ത് വിഷ്വൽ ബ്യൂട്ടിനേക്കാൾ അപ്പുറം ആ ഒരു സിനിമാറ്റിക് ഈസ്തെറ്റിക് സാധനം ഉണ്ടല്ലോ, ആ കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, അത് കൃത്യമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ. പിന്നെ ഒരു ആടിനെയൊക്കെ വെട്ടി കുടലൊക്കെ പുറത്തിറങ്ങും, മനുഷ്യന്മാരെ കുടൽ, അതായത് വയലൻസ് അറ്റ് ഇറ്റ് സ്പീക്കാ, കുടലും കണ്ടം തുണ്ടായൊക്കെ അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം ഇന്ത്യൻ ടീമിലെത്തി, ഇവിടെ നിന്ന് വന്ന ഒരാളാണ്, എന്തൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് എന്തൊക്കെ ഹഡിൽസ് ഓവർകം ചെയ്തിട്ട് വന്നുള്ള ഒരാളാണെന്ന് ഈ സിനിമയുടെ ത്രൂ ഔട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇന്ത്യൻ നാഷണൽ ടീമിലെത്തിപ്പെട്ട പല കുഗ്രാമങ്ങളിലുള്ള പല ആളുകളുണ്ട്. അതായത് ഇന്ത്യയുടെ ഒരു ഡൈവേഴ്സിറ്റി നോക്കുന്ന സമയത്ത് അത്രയും പല സ്ഥലത്തു നിന്ന് വന്ന അത്രയും ആളുകളെ പിന്നെ ഓവർകം ചെയ്തിട്ടാണ് അവസാനം ഒരു നാഷണൽ ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു ജേണി ഒരു പാരലായിട്ട് നമുക്ക് ഇതിലൂടെ റീഡ് ചെയ്യാൻ പറ്റും. പല പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വന്ന ആളുകളും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെടെയുണ്ട്. അതൊക്കെ നമുക്ക് വേറെ രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ബീങ് എ സ്പോർട്സ് ഡ്രാമ. പിന്നെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിലാണ് കബഡി മത്സരം. ഇവർക്ക് പാകിസ്ഥാനിൽ പോയി ആളെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ആയിരിക്കാം തമിഴന്മാർ തന്നെയാണ് പാകിസ്ഥാൻ്റെ ജേഴ്സി ഇട്ടിട്ടുണ്ടായുള്ളൂ. പാകിസ്ഥാൻ്റെ ജേഴ്സി ഇട്ട തമിഴന്മാർ. പാകിസ്ഥാനിൽ കണ്ടാൽ നമുക്കറിയാലോ, പണ്ട് കുറേ തീവ്രവാദികൾ കാണിക്കുന്ന സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ലേ. പക്ഷേ ഇത് അങ്ങനെയല്ല, അത് ഭയങ്കര മിസ്കാസ്റ്റാണ്. പിന്നെ സിനിമയുടെ പേര് ബൈസൺ, കാളമാടൻ എന്നാണല്ലോ. ഈ കാളമാടൻ എന്ന് പറയുന്ന ഇവർ അവിടെ ലോക്കലായിട്ട് ഇവരെ നാട്ടിൽ ആരാധിക്കുന്ന ഒരു മൂർത്തിയാണ്. പിന്നെ ബൈസൺ എന്ന് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കോച്ച് ഒരു സ്റ്റഫ് ചെയ്ത് വെച്ച ബൈസൻ്റെ തല കൊടുക്കുന്നുണ്ട്. അത് കണക്ട് ചെയ്തിട്ടാണ് അങ്ങനെയാണ് പേര് വരുന്നത്. അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം ശരിക്കൊരു ഈ മറ്റേ ഇതാണല്ലോ കബഡി ഒരു ബൈസണായിട്ട് മാറുന്നുണ്ട്, അതിൻ്റെ ചേഷ്ടകളൊക്കെ ആയിട്ട്. പിന്നെ ഇതൊരു മിത്തിക്കൽ, ഒരു സിംബോളിക്, അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് കുറേ ലേയേഴ്സ് മാരി സെൽവരാജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ബൈസൺ കാളമാടൻ ഫോർ മീ ആൻഡ് സോ ഹാപ്പി ഫോർ ധ്രുവ് വിക്രം.